ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻകറിയാണ്. മീൻകറി എന്ന് പറയുമ്പോൾ നമ്മുടെ കോട്ടയം സ്റ്റൈല് മീൻകറി എന്ന് പറയും. അപ്പോൾ അതിനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്താണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഇരിക്കുന്ന ഉള്ളിയാണ്. നമ്മുടെ ചെറിയ ഉള്ളി ഒരു 100 ഗ്രാം ഉണ്ട്. അത് രണ്ടായിട്ട് ഒന്ന് മുറിച്ച് വെച്ചിരിക്കുകയാണ്. അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി. ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ്. നമ്മൾ ചതയ്ക്കണം. ഇത് ചതച്ചെടുക്കേണ്ട സാധനങ്ങളാണ്. അതായത് ഒരു 100 ഗ്രാം ഉള്ളിയുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി. ഇത് മൂന്നും കൂടാണ് ചതയ്ക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. കാശ്മീരി ചില്ലി പൗഡർ കൊണ്ട് ഉപയോഗം എന്നാന്ന് വെച്ചാൽ നമുക്ക് നല്ല കളറും കിട്ടും, നല്ല കൊഴുപ്പും കിട്ടും. പിന്നെ ഒത്തിരി എരിവ് ഫീൽ ചെയ്യും. എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഫിഷ് മസാലയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഫിഷ് മസാല ചേർത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഈ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഉണ്ട്. അപ്പോൾ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഫിഷ് മസാല 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ, പിന്നെ മഞ്ഞൾ 1 ടീസ്പൂൺ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ വേണം, പിന്നെ 1 ടേബിൾ സ്പൂൺ കടുകും വേണം. ഇത്രയും വേണം. പിന്നെ ഞാൻ എടുത്തിരിക്കും വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഞാൻ ഒരു 75 മില്ലി എടുത്തിട്ടുണ്ട്. 75 മില്ലി വെളിച്ചെണ്ണയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മീൻ ചൂരമീനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് മത്തിയോ അയിലയോ അല്ലെങ്കിൽ നെമ്മീനാണെങ്കിലും ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ തൊലി കളഞ്ഞ് പീസാക്കി നമ്മൾ വെള്ളത്തിലിടുക. വെള്ളത്തിലിടുന്ന എന്തിനാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ മൂത്ത് വരുമ്പോഴത്തേന് കുറച്ച് സമയം പിടിക്കും. ആ സമയം കൊണ്ട് ഇത് നമ്മൾ കഴുകി വാരി വെക്കുകയാണെങ്കിൽ ഇതിനൊരു ഉളുമ്പ് ചൊവ നമുക്ക് ഫീൽ ചെയ്യും. കറി വെച്ച് കഴിയുമ്പോൾ ഇതിനൊരു ഉളുമ്പ് ചൊവ ഫീൽ ചെയ്യും. അത് വരാതിരിക്കാനായിട്ട് നമ്മൾ കറി വെക്കുന്നതിനായിട്ട്, അതായത് നമ്മൾ കറിയിലോട്ട് ഇടുന്ന സമയത്ത് മാത്രം വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് നമ്മുടെ കറിയിലോട്ട് ഇടുക. ഏത് മീൻ വെച്ചാലും നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ മുമ്പേ എടുത്തിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഫിഷ് മസാലയും കൂടി 1 ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ ഇവിടെ കലക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫിഷ് മസാല ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ തന്നെ കൂടുതലായിട്ട് നമ്മുടെ ചില്ലി പൗഡർ ചേർക്കുക. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ചേർക്കണം. പിന്നെ നമ്മൾ മുമ്പേ എടുത്തിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇത് മൂന്നും കൂടെ മിക്സിയിൽ ഒന്ന് 2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കുക. അതായത് ഒത്തിരി അങ്ങ് ചതഞ്ഞ് പോകരുത്, ചെറുതായിട്ട് ചതഞ്ഞ് കിട്ടിയാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 തക്കാളിയാണ്, ഇടത്തരം തക്കാളി. അത് നന്നായിട്ട് മിക്സിയിൽ ആട്ടിയെടുക്കുക. നന്നായിട്ട് അരഞ്ഞ് കിട്ടണം, ഇതിൻ്റെ കഷ്ണമൊന്നും കാണരുത്. 2 തക്കാളി നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ ഉള്ളത് നമ്മുടെ കുടംപുളിയാണ്. കോട്ടയം മീൻ സ്റ്റൈലിൽ അത്യാവശ്യമുള്ളതാണ് കുടംപുളി. അത് ഞാൻ 2 പീസ് കുടംപുളി എടുത്തിട്ടുണ്ട്. അത് 1/2 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വെള്ളത്തിൽ കിടന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ കറി ചേർക്കുന്ന സമയമാകുമ്പം ഈ പുളി നന്നായിട്ടൊന്ന് കുതിർന്ന് വരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്യാസിൽ നമ്മൾ ചട്ടി വെച്ചതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന 75 മില്ലി എണ്ണയാണ്. 75 മില്ലി എണ്ണയാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എണ്ണ വേണമെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. അത് നിങ്ങളുടെയൊക്കെ എണ്ണ ഉപയോഗിക്കുന്നതിൻ്റെ രീതി അനുസരിച്ച് എടുത്തോളണം. അപ്പം എണ്ണ നന്നായിട്ട് ചൂടാകണം. അപ്പോൾ അതെല്ലാം ഒന്ന് പോകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചട്ടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള അലൂമിനിയമോ ഒക്കെ ആണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഒരുവിധം നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ 1/2 ടീസ്പൂൺ ഉലുവയാണ് ഇടുന്നത്. അത് 1-2 എണ്ണം പൊട്ടിക്കഴിയുമ്പോഴത്തേന് അതിനകത്തോട്ട് 1 ടീസ്പൂൺ കടുകും കൂടി ഇടുക. 1/2 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും ഇടുക. അപ്പം അത് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേനും നമ്മൾ എടുത്ത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി അത് ഇട്ട് കൊടുക്കുക.
ഇതിൻ്റെ കൂടെ കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ഒന്ന് നിറം മാറി ഒത്തിരി അങ്ങ് ചുമന്ന് പോകണ്ട, ഏകദേശം ഒന്ന് നന്നായിട്ട് വാടി വരണം. അപ്പം നമ്മുടെ ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഒത്തിരി ചുമന്ന നിറം ആവരുത്, നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇവിടെ ലിക്വിഡ് പരുവത്തിലാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല ഇത്രയും നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇതിപ്പം നമുക്കറിയാം, കണ്ടില്ലേ, ഇതൊരു വെള്ളപ്പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് മൂത്ത് ഈ എണ്ണ വിട്ട് വരുന്ന പരുവമെന്ന് പറയും. പണ്ടുള്ള അമ്മച്ചിമാർ പറയും എണ്ണ വിട്ട് വരുന്ന പരുവം, അതായത് ഈ മുളക് പൊടിയിൽ നിന്ന് ഈ ലിക്വിഡിൽ നിന്ന് എണ്ണ തിരിഞ്ഞു വരുന്ന ഒരു പരുവമുണ്ട്. അതുവരെ ഇത് മൂപ്പിക്കണം. ഞാൻ കാണിച്ചു തരാം അത് മൂത്ത് വരുന്നത്. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ എണ്ണ തെളിഞ്ഞു വരുന്ന പരുവമെന്ന്. അപ്പോൾ ഇതാണ് എണ്ണ തെളിഞ്ഞു വരുന്ന പരുവമെന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഗ്രേവിയിൽ നിന്ന് എണ്ണ അത് ഇറങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാണ് ആ പരുവം. എണ്ണ തെളിഞ്ഞു വരിക എന്ന് പറയുന്നത് ഇതാണ്. ആ ലിക്വിഡൊക്കെ മാറി ഉണ്ടോ, എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി, 2 ഇടത്തരം തക്കാളി ചേർക്കേണ്ടത്. തക്കാളി ചേർത്ത് ഇനിയും നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. അതും ഏകദേശം മുമ്പേ നമ്മൾ എണ്ണ തെളിഞ്ഞു വന്ന പരുവത്തിനോട് ഏകദേശം അടുത്ത്, അത്രയും തന്നെ ആവണ്ട, ഒന്ന് ആ തക്കാളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ നമ്മൾ തക്കാളിയും കൂടിയിട്ട് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തെ വെള്ളമയം എല്ലാം മാറി ഇതുപോലെ മുമ്പത്തെ പോലെ തന്നെ ഏകദേശം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അത് ഞാൻ മുമ്പേ നമ്മൾ ആ മുളക് ലിക്വിഡാക്കിയ ആ പാത്രത്തിൽ തന്നെയാണ് വെള്ളം എടുത്തത്. ഒരു 1.5 ഗ്ലാസ് വെള്ളം നന്നായിട്ട് ഒഴിച്ച് അത് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കണം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ മുമ്പേ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിയും ഉപ്പും വെള്ളവും, ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ പുളി കുതിർത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത്, അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ചാറ് നന്നായിട്ട് വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ മീനിട്ട് കഴിയുമ്പോഴത്തേന് ഇച്ചിരി വെള്ളം പറ്റും. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റായ മീൻ ചേർക്കുന്നത്. നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്താണ് മീൻ ചേർക്കുന്നത്. ഈ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് കണ്ടറിയാം നല്ലൊരു കളറൊക്കെ ആയിട്ടുണ്ട്. നിങ്ങൾ ഉപ്പ് നോക്കുക, ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം ചേർക്കാൻ. നല്ലതായിട്ട് ഉപ്പ് വേണ്ടവർക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ആകെ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരുമ്പോഴാണ് മീൻ ഇടേണ്ടത്. തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളവും എല്ലാം ഗ്രേവി എല്ലാം കൂടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ മീൻ ഇടേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് പയ്യെ ശ്രദ്ധിച്ച് വേണം, തീ ഒന്ന് കുറച്ചിട്ട് വേണം അതിനകത്തോട്ട് ഇടാൻ, അല്ലെ ചിലപ്പോൾ മേത്തോട്ട് തെറിക്കും. അപ്പോൾ ശ്രദ്ധിച്ചിടുക. അപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെട്ടി കഴുകി നന്നായിട്ട് ഈ തിളയ്ക്കുന്നതിന് മുന്നേ മാത്രമേ നമ്മൾ വെള്ളത്തിൽ നിന്ന് ഇത് പിഴിഞ്ഞെടുക്കാവൂ, അല്ലെങ്കിൽ മീനിൻ്റെ ഒരു ഉളുമ്പ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറിയിലിടുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞ് എടുക്കാവൂ. അപ്പോൾ നമ്മൾ മീൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീ ഇനി ഹൈ ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നിടം വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ സിമ്മിലോട്ട് മാറ്റി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വയ്ക്കുക. അപ്പോൾ ഞാനത് തിളച്ച് വരുമ്പോൾ കാണിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ മീൻ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഇത് തിളയ്ക്കുന്നതാണ്. 5 മിനിറ്റ് വേണ്ട, ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഇത് തിളയ്ക്കും. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് നോക്കണം ഉപ്പുണ്ടോയെന്ന്. നിങ്ങളുടെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക. ഈ സമയത്താണ് ഇതെല്ലാം ചേർക്കേണ്ടത്. പിന്നെ
പുളി ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ കൂടുതൽ പുളി നിങ്ങൾക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ, ഒത്തിരി പുളി ഫീൽ ചെയ്യുവാണെങ്കിൽ, ചില സമയത്തെ കുടംപുളി പലയിടത്തെയും പലതായിരിക്കും. അപ്പം കൂടുതൽ പുളി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് 1-2 കഷ്ണം കുടംപുളി അങ്ങ് മാറ്റി വെക്കാം, എടുത്ത് അങ്ങ് മാറ്റുക. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് മൂടി വെച്ച് സിമ്മിലിട്ട് ഒരു 10 മിനിറ്റോളം നമുക്ക് വേവിക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് സിമ്മിലായിട്ടുണ്ട്. അപ്പോഴും നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് ആറിക്കഴിഞ്ഞിട്ട്, ഇതിപ്പം നമുക്കിപ്പം ഞാൻ 20 മിനിറ്റ് സിമ്മിലിട്ട് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഉടനെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് 20 മിനിറ്റ് സിമ്മിലിട്ടത്. അപ്പം നമ്മുടെ ഈ മീനിൻ്റെ ദശയിലോട്ട് നന്നായിട്ട് മുളകും പുളിയെല്ലാം പിടിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, പുളി കൂടുതലുണ്ടെങ്കിൽ 1-2 കഷ്ണം മാറ്റി വയ്ക്കുക. പിന്നെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഇപ്പോൾ ഇത് കറി ആയിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് 2-3 ദിവസത്തേക്ക് വേണേൽ ഈ വെളിയിൽ വെച്ച് തന്നെ, ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇന്നിപ്പം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എടുത്തിട്ട് വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് വെക്കുക. അന്നേരമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ പല സ്പൂണൊക്കെ ഇടുമ്പോൾ അതിനകത്ത് വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പം കേടായിപ്പോവും. അപ്പം എന്നിട്ട് പിറ്റേന്ന് രാവിലെ എണീറ്റിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ച്, പച്ചവെള്ളം തന്നെ മതി, ഒഴിച്ച് ഒന്നുകൂടെ തിളപ്പിക്കുക. അപ്പം നമ്മൾ ഫ്രഷായിട്ട് കറി വെക്കുന്നത് പോലെ തന്നെ ഇരിക്കും. ഇപ്പം അതല്ല, ഇപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇപ്പം നമ്മൾ ഇന്നത്തെ ഉപയോഗം കഴിഞ്ഞ് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് നമുക്ക് ആവശ്യമുള്ളത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു ചെറിയ ടിപ്പെന്ന് പറയുന്നത്, നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം ഒരു സോസ് പാനിലോട്ട് ഒഴിക്കുക. എന്നിട്ട് 1/2 ഗ്ലാസ് വെള്ളം സോസ് പാനിൽ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് തിളയ്ക്കുമ്പം നമുക്ക് ആവശ്യമുള്ള മീൻകറി അതിനകത്തോട്ടിട്ട് തിളപ്പിച്ചെടുക്കുക. അന്നേരം നമ്മൾ ഇപ്പം വെക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടും. ഇത് നല്ല ടേസ്റ്റിയാണ്. നമുക്കിത് ചോറിൻ്റെ കൂടെയും പിന്നെ കപ്പയുടെ കൂടെയും ചക്കയുടെ കൂടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉപയോഗിച്ച് നോക്കുക. ഇതിൻ്റെ അഭിപ്രായം പറയണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഓക്കെ, താങ്ക് യു.